സർ എം.എ. ബേബി CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം നേരിടാൻ പോകുന്ന ഒന്നാമത്തെ വെല്ലുവിളി കേരളത്തിൽ നിന്നാണ്. സമീപഭാവിയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനും എതിരായ SFIOയുടെ കേസ് കോടതിയിൽ ഒരു തീർപ്പുണ്ടാകും എന്നാണ് കരുതുന്നത്. ഇത് പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന പരിക്ക്, പാർട്ടിക്ക് ഉണ്ടാക്കുന്ന പരിക്ക് ചെറുതല്ല. എന്തായിരിക്കും ബേബി ഇതിനെ നേരിടാൻ സ്വീകരിക്കുന്ന തന്ത്രം? ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മലയാളി കൂടിയായ ബേബി ഇതിനെ എങ്ങനെ നേരിടും? രണ്ട് പോളിസികൾ സമാന്തരമായി ഒരുപക്ഷെ വർക്ക് ചെയ്തേക്കാം. ഒരു വശത്ത് ഇത് വീണ വിജയൻ എന്ന വീണ തൈക്കണ്ടി എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മകളായി പോയി, അതുകൊണ്ട് ഇത് വ്യക്തിപരമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ പാർട്ടിക്ക് സ്വല്പം മാറി നിൽക്കാം. ആ ഒരു പാതയല്ല ആദ്യ റൗണ്ടിൽ ഇപ്പോൾ പാർട്ടി സ്വീകരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിടും എന്ന ഒരു മട്ടിലാണ്. സ്ഥിരം പ്രയോഗമാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകന് ബിനീഷ് കോടിയേരിക്കോ ബിനോയ് കോടിയേരിക്കോ ലഭിക്കാത്ത ഒരു പരിഗണന പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിക്ക് ലഭിക്കുന്നു എന്ന് വേണമെങ്കിൽ നിരീക്ഷിക്കാം. സർ, അതിന് ഒരു കാരണവും കൂടിയില്ലേ? മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല, ഒരു മന്ത്രിയുടെ ഭാര്യ കൂടിയാണ് വീണ എന്നൊരു പരിഗണന അതുകൂടി ഉണ്ടോ അതിനകത്ത്? മുഖ്യമന്ത്രിയുടെ മകൾ, ഭാവി മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്നൊക്കെയുള്ള വിശേഷണങ്ങളാണ് ചില വാഴ്ത്തുപാട്ടുകാർ കൊടുക്കുന്നത്. വാഴ്ത്തുപാട്ടുകൾക്ക് എന്നും കേരളം ഒരു ഗ്രൗണ്ടായിരുന്നു. സംഘകാലം മുതലുള്ള ഒരു വീരാരാധനയുണ്ട്, വീരൻ എന്നൊരു പരിവേഷമുണ്ട്. ഇപ്പം കമ്മ്യൂണിസം വന്നിട്ട് പോലും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ എല്ലാ ഉച്ചനീചത്വങ്ങളെയും എല്ലാം മാറ്റി സമത്വസുന്ദരമായ ഒരു കേരളം എന്നത് വിഭാവനയായി ഇരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ ചിലരെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ ഉൾപ്പെടെ, കാരണഭൂതനായും സൂര്യനായും തേജോമയനായും ഒക്കെ ഇങ്ങനെ വിളങ്ങി നിൽക്കുകയാണ്. വാഴ്ത്തുപാട്ടുകാർക്ക് പഞ്ഞമില്ല എന്നർത്ഥം. ഈ വാഴ്ത്തുപാട്ടുകാരുടെ കൂട്ടത്തിൽ മറ്റൊരു പാണനായി ആണോ ബേബി അവതരിച്ചത്? ഇതാണ് ചോദ്യം. ബേബിയുടെ ഒരു പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൂടെ നിന്ന് ജോലി പഠിച്ചയാളാണ്, രാഷ്ട്രീയം പഠിച്ചയാളാണ്. മറ്റൊരു ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ജീൻ ആണ്, രാഷ്ട്രീയ ജീനാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, കഴിഞ്ഞ 45 വർഷമായി കേരള രാഷ്ട്രീയത്തിലെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും അടിയൊഴുക്കുകളും മലരികളും ചുഴികളും ഒക്കെ കണ്ട് അറിഞ്ഞ് അതിൻ്റെ ഭാഗമായി നിന്ന് വെട്ടേണ്ടതിനെ വെട്ടിയും തടുക്കേണ്ടതിനെ തടുത്തും ഒക്കെ വളർന്നു വന്ന ഒരാളാണ്. ഒതുങ്ങി നിൽക്കേണ്ടപ്പോൾ ഒതുങ്ങി നിന്നും നല്ല ഒന്നാന്തരം രാഷ്ട്രീയ മെയ്വഴക്കം കാട്ടിയ ഒരു പാരമ്പര്യമാണ്. പൊളിറ്റിക്കൽ ഡിപ്ലോമസി വളരെ നന്നായിട്ട് അറിയുന്നയാളാണ് ബേബി. വെട്ടിനിരത്തപ്പെടാതെ വ്യാപകമായ വെട്ടിനിരത്തലുകൾ പിണറായിക്കെതിരെ എന്തെങ്കിലും എതിർത്ത് നിൽക്കാൻ സാധ്യതയുണ്ടായിരുന്ന ആളുകളെ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തിയപ്പോൾ തന്ത്രപരമായി മൗനം പാലിച്ച് പിണറായിയോടൊപ്പം ചേർന്ന് നിന്ന് തന്നെ, എന്നാൽ പിണറായിയെ പൂർണ്ണമായി മാനസികമായി ഉൾക്കൊള്ളുന്നു എന്ന ഒരു പ്രതീതി ആർക്കും നൽകിയിട്ടുമില്ല. അങ്ങനെ പിടികൊടുക്കാതെ നിന്ന ഒരു വ്യക്തിത്വം ഇപ്പോഴിതാ പാർട്ടിയുടെ കണക്കിൽ ഹൂ ഇസ് നമ്പർ 1 എന്നതിൽ സംശയമില്ല. ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടിയുടെ സ്ട്രക്ചർ അനുസരിച്ച് ഡെമോക്രാറ്റിക് സെൻട്രലിസം, താഴെത്തട്ടിലെ ഘടകങ്ങൾ മേൽത്തട്ടിലെ ഘടകങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഏറ്റവും ഉന്നത സ്ഥാനീയനായ ജനറൽ സെക്രട്ടറി ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹമാണ് പാർട്ടിയുടെ ആത്യന്തികമായ മുഖം, വക്താവ്, എല്ലാം അവസാന വാക്ക്. പക്ഷേ ഇവിടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ CPM എന്നത് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുമ്പോൾ ദേശീയ തലത്തിലെ സെക്രട്ടറിക്കാണോ സംസ്ഥാന തലത്തിലെ വിധാതാവിനാണോ മുഖ്യമുഖമായ പിണറായി വിജയനാണോ? ഇവിടെ എങ്ങും MV ഗോവിന്ദൻ എന്ന വ്യക്തിയുടെ മുഖം വരുന്നതേ ഇല്ല, ഒരു പ്രസക്തിയുമില്ല. അപ്പം സംസ്ഥാന സെക്രട്ടറിയൊക്കെ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ മുഖ്യമന്ത്രി ആയിരുന്ന അച്യുതാനന്ദനെ വരച്ച വരയിൽ നിർത്തിയ ഒരു പാരമ്പര്യമുണ്ട്. അതിന് സമാനമായ ഒരു മുഖമല്ല MV ഗോവിന്ദൻ്റെ. അങ്ങനെയെങ്കിൽ ദേശീയ ജനറൽ സെക്രട്ടറി
ഇപ്പോൾ ഹർകിഷൻ സിംഗ് സുർജിത്ത് ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ പ്രകാശ് കാരാട്ടും ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇവരൊന്നും കേരളത്തിൻ്റെ കാര്യങ്ങളിൽ കാര്യമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ല. കാരണം കേരള നേതാക്കൾക്ക് അവരുടേതായ ഇവരൊന്നും കേരളീയരായ പ്രകാശ് കാരാട്ട് കേരളീയനാണെങ്കിൽ പോലും യെച്ചൂരിക്ക് പോലും കേരള കാര്യങ്ങൾ കൈ കടത്തിയിട്ടില്ല എന്നതാണ്. EMSന് ശേഷം ജനുവിനായ കേരളീയനായ ജനറൽ സെക്രട്ടറി MA ബേബി തന്നെയാണ്. പ്രകാശ് കാരാട്ട് മലയാളിയാണ്, പക്ഷേ ഡൽഹി മലയാളി, മറുനാടൻ മലയാളി, അല്ലെങ്കിൽ കേരള വേരുകളുണ്ടെങ്കിലും പ്രവർത്തന മേഖല എക്കാലത്തും കേരളത്തിന് പുറത്തായിരുന്ന ഒരാളാണ് പ്രകാശ് കാരാട്ട്. ബേബി അങ്ങനെയല്ല. കേരള നിയമസഭയിൽ 2 പ്രാവശ്യം അംഗമായിരുന്ന ആളാണ്. കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യസഭയിൽ 2 ഊഴം 12 വർഷം ഇരുന്നയാളാണ്. കേരള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതുകൊണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും ഒരുപോലെ ഈ ഗെയിം അറിയാവുന്ന, കളമറിഞ്ഞ് കളിക്കാനറിയാവുന്ന ഒരു നല്ല ഒന്നാന്തരം പ്ലെയർ തന്നെയാണ് MA ബേബി. അതുകൊണ്ട് ഈ നാഴി ഒരു നാഴി മറ്റൊരു നാഴിയിൽ ഇറങ്ങുമോ എന്നത് അത് വലിയൊരു ചോദ്യമാണ്. കാരണം പിണറായി വിജയൻ എന്നത് വലിയൊരു നാഴിയാണ്. ആ നാഴിയിൽ ഇറങ്ങാനുള്ള ചെറുനാഴിയാണോ MA ബേബി, അതോ നാഴിയേക്കാൾ വലിയ രീതിയിൽ വളരുമോ? ഇത് ഒരു വലിയ ചോദ്യമാണ്. കാരണം മുൻകാലങ്ങളിൽ MA ബേബിയുടെ മനസ്സിനെ ഒരുപക്ഷെ ആശങ്കപ്പെടുത്തിയ ഒരുപിടി നീക്കങ്ങൾ പിണറായി വിജയൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. മനഃപൂർവ്വമാണോ യാദൃച്ഛികമായി സംഭവിച്ചതാണോ എന്നറിയില്ല. ചില പരാമർശങ്ങൾ 2014 തെരഞ്ഞെടുപ്പിൽ MA ബേബിയെ കൊല്ലത്ത് അടിയറവ് പറയിച്ചു എന്ന് പറയുമ്പോൾ ഭാവിയിലൊരു വെല്ലുവിളി, തൻ്റെ മേൽക്കോയ്മയ്ക്ക് ഒരു വെല്ലുവിളി ഉണ്ടാകാൻ കേരളത്തിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് കോടിയേരി ബാലകൃഷ്ണൻ അല്ല, ഒരുപക്ഷെ MA ബേബിക്കാണ് എന്ന തിരിച്ചറിവാണ് പിണറായി വിജയനെ അങ്ങനെ ഒരു സാഹസത്തിന് പ്രേരിപ്പിച്ചത്. പിണറായി ഈ തൻ്റെ പ്രതിയോഗിയായ സ്ഥാനാർത്ഥിയെക്കുറിച്ച് NK പ്രേമചന്ദ്രനെ കുറിച്ച് നെഗറ്റീവ് പരാമർശം നടത്തി. അതറിയാത്ത ആളല്ല മുഖ്യമന്ത്രി. പിണറായി വിജയൻ നന്നായിട്ട് അറിയാം അങ്ങനെ പരാമർശം ഉണ്ടെങ്കിൽ ഒരു സഹതാപം അറിയാം. മറുപക്ഷത്തിന് അത് ഗുണം ചെയ്യുമെന്നും നമുക്കത് ദോഷം ചെയ്യുമെന്നും അറിഞ്ഞുകൂടാത്ത ആളല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് ഓടുന്ന പട്ടിക്ക് 3 10 മുഴം മുന്നേ എറിഞ്ഞ് വെക്കുന്ന കുശാഗ്ര ബുദ്ധി അത് ശ്രീ പിണറായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പലരും കരുതുന്നു. അതുകൊണ്ട് അവിടെ അങ്ങനെ ബേബി കരുതുന്നുണ്ട് എങ്കിൽ അതിന് പ്രതികാര ദാഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുമോ? അതോ ഇപ്പോൾ താൻ നല്ല നിലയിലാണ്, ജനറൽ സെക്രട്ടറിയാണ്, കഴിഞ്ഞതെല്ലാം ഒരു അടിസ്ഥാനത്തിൽ അങ്ങ് പോകാം, ഒരു ധാരണയിൽ പോകാം എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ കാര്യമായ പൊട്ടിത്തെറികളൊന്നും ഉണ്ടാവില്ല. ആദ്യ റൗണ്ടിൽ വലിയ സ്നേഹപ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് വീണ വിജയനെതിരെയുള്ള കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ MA ബേബിയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങൾ ചെറിയ സൂചന അതിനകത്ത് അദ്ദേഹം പറഞ്ഞു. അത് 2 കമ്പനികൾ തമ്മിലുള്ള കേസാണ് അത് പറഞ്ഞു. എങ്കിലും അത് അടുത്ത റൗണ്ടിൽ SFIOയ്ക്ക് വീണ വിജയനെ ഇംപ്ലിക്കേറ്റ് ചെയ്യുക മാത്രമല്ല അറസ്റ്റ് ചെയ്യുക കൂടി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ ആ നിമിഷം എങ്ങനെയാണ് പിണറായി പ്രതികരിക്കുന്നത് എന്ന നല്ല വിഷയം. എങ്ങനെയാണ് പാർട്ടി പോളിറ്റ് ബ്യൂറോ എങ്ങനെ പ്രതികരിക്കുന്നു, ജനറൽ സെക്രട്ടറി എങ്ങനെ പ്രതികരിക്കുന്നു? ആദ്യം അഭിപ്രായം ചോദിക്കുന്നത് നാഷണൽ ജനറൽ സെക്രട്ടറിയോട് തന്നെയായിരിക്കും. അവിടെ MA ബേബിക്ക് ഒരു നിലപാടെടുക്കേണ്ടി വരും, പാർട്ടിയുടെ നിലപാട് പറയേണ്ടി വരും. അത് പിണറായി വിജയന് അനുകൂലമായി ആയിരിക്കാം ഒരു പക്ഷേ വരുന്നത് എങ്കിൽ പോലും പുറമേ പറയുന്നത് ആകുമോ PBക്ക് ഉള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും ഉള്ള ചില അംഗങ്ങൾ, ബംഗാളിൽ ലോബി, ആന്ധ്രയിൽ നിന്നുള്ളവർ ഒക്കെ തന്നെ ചില വിരുദ്ധ ശബ്ദങ്ങൾ ഉയർത്തി ബേബിയുടെ തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും. അത് അവരെ ഒരുമിച്ച് നിർത്താൻ ബേബിക്ക് കഴിഞ്ഞാൽ, കേരള ലോബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3-4 പേര് മാത്രമേ ഉള്ളൂ, അദ്ദേഹം ഉൾപ്പെടെ 3-4 പേരേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ PBയിൽ 3 പേരേ ഉള്ളൂ. PBയിൽ പിണറായി വിജയനും വിജയരാഘവനും MA ബേബി. അപ്പോൾ പിന്നെ കേരളത്തിൻ്റെ ഒരു സ്വരം PBയിൽ അധികം മുഴങ്ങി കേൾക്കണമെന്നില്ല. അതുകൊണ്ട് കേരളീയനായ ജനറൽ സെക്രട്ടറി കേരളത്തിന് വേണ്ടി വാദിക്കുമോ, അതോ ദേശീയ തലത്തിൽ CPM നഷ്ടപ്പെട്ടു പോയ ബംഗാളിലും ത്രിപുരയിലും ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമോ എന്ന ഒരു ചിന്തയാണ് പ്രധാനം. ചുരുക്കി പറഞ്ഞാൽ സാർ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് അവർ എന്ന് അവരുടെ പേര് എന്നെങ്കിലും ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും
ഒരു കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു വടംവലി, ഒരു ബലാബല പരീക്ഷണം, അതാണോ വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുക? അതിനു വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെയുള്ള എല്ലാവരും കാത്തിരിക്കുന്നത്. പാർട്ടി അണികളെയും വലിയ തോതിൽ ഒരു ആശയക്കുഴപ്പത്തിൽ അത് എത്തിച്ചിട്ടില്ലേ എന്നൊരു സംശയമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ആ കല്ലും നെല്ലും തിരിഞ്ഞ് നമുക്കത് കാണാൻ സാധിക്കും എന്ന് കരുതാം. എന്തായാലും മുന്നോട്ട് പോട്ടെ. SFIO എവിടെ എത്തി നിൽക്കും, വീണയുടെ അവസ്ഥ എന്തായിരിക്കും, ബേബിയുടെ നിലപാടും എന്തായിരിക്കും എന്ന് നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.